സംഗീതിക സംഗീതിക സംഗീതിക. സംഗച്ഛധ്വം സംവരധ്വം ശംഭോ മനാംസി ജാനതാം. സംഗച്ഛധ്വം സംവരധ്വം ശംഭോ മനാംസി ജാനതാം. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനുപാസതേ. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനുപാസതേ. സംഗച്ഛധ്വം സംവദധ്വം ശംഭോ മനാംസി ജാനതാം. സമാനീവ ആകുലിഃ സമാനഹൃദയാനിവ. സമാനീവ ആകുലിഃ സമാനഹൃദയാനിവ. സമാനമസ്തു വോ മനോ യഥാ വഹ സുസഹാസതേ. സമാനമസ്തു വോ മനോ യഥാ വഹ സുസഹാസതേ. സംഗച്ഛധ്വം സംവദധ്വം ശംഭോ മനാംസി ജാനതാം. ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനുപാസതേ. സംഗച്ഛധ്വം സംവദധ്വം ശംഭോ മനാംസി ജാനതാം. ശംഭോ മനാംസി ജാനതാം. ശംഭോ മനാംസി ജാനതാം. എൻ്റെയും സ്റ്റേജിലിരിക്കുന്ന എൻ്റെ അടുത്ത് പാട്ട് അല്ലെങ്കിൽ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെയും പ്രണാമം. രാവിലത്തെ നല്ലൊരു തായമ്പക കേട്ടതിൻ്റെ ആലസ്യവും അതിലുപരി വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ തൃപ്തിയും കാരണം കൊണ്ട് എല്ലാവരും ഒരു ആലസ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണെന്ന് ഞങ്ങൾക്കും അറിയാം. ഒട്ടും അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ എന്ന് പറയാൻ നിർവാഹമില്ല. പക്ഷേ ആൾക്കാരുടെ സാന്നിധ്യം കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് സമ്മതിക്കാം. എന്നാലും ഈ ഒരു ഘടകം നിലനിൽക്കുമ്പോൾ ഒരു പക്ഷേ ആർക്കും ശ്രദ്ധിക്കാൻ തന്നെ തോന്നാത്ത വളരെ അപരിഷ്കൃതമായ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുത്ത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഞെളിഞ്ചിരിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ എനിക്കതിന് സാധിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ
അത് ഞങ്ങളുടെ പരാജയമായിട്ടും അതിലുപരിയായിട്ട് ഇത് ഇന്നത്തെ ഈ പരിതസ്ഥിതിയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഓർക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ ശ്രമത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ, അതായത് അഭ്യാസ ഭാഗങ്ങൾ പലപ്പോഴും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് വളരെ അരോചകമായിട്ട് അനുഭവപ്പെടുന്ന ഒരു സമീപന രീതിയാണ് ഇന്ന് അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും കാരണം കൊണ്ട് സംജാതമായിരിക്കുന്നത്. അഭ്യാസം എന്ന് പറയുന്ന ആ മേഖല, അതായത് ചവിട്ടുപടികളിലൂടെ കയറിപ്പോയി സംഗീതത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭാവത്തെ അവനവനിലേക്ക് സ്വാംശീകരിക്കാനുള്ള ശ്രമത്തിൽ പലപ്പോഴും ഇന്ന് നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ ചില ഘടകങ്ങളാണ്. ഒന്നാമത് കേൾവിക്കുറവ്. ഇവിടെ തന്നെ ഇപ്പോൾ ഇങ്ങനെയൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സാധ്യത ഈ ഗ്രഹാഭിനയക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്നൊരു സംഭവം തന്നെയായിട്ട് ഞങ്ങളത് കാണുകയാണ്. കാരണം കച്ചേരികളും അതിലുപരിയായിട്ട് ലളിതഗാന മത്സരം അല്ലെങ്കിൽ സിനിമാ പാട്ട് അങ്ങനത്തെ മേഖലകൾ ധാരാളമുള്ളപ്പോൾ ഇങ്ങനെ ഉച്ചയൂണിൻ്റെ ഈ ഉറക്കവും അല്ലെങ്കിൽ ഈ ഉച്ചയൂണ് കഴിഞ്ഞിട്ടുള്ള ഈ സമയം ഇതൊക്കെയായിട്ട് ഉറക്കത്തിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഈ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും മുമ്പിൽ വന്നിരിക്കുമ്പോൾ അപ്പോൾ അതിനോട് നീതി പുലർത്തുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു മേഖലയിൽ എന്തെല്ലാം ചെയ്യാം. ക്ലാസിക്കൽ മ്യൂസിക്, അത് ശാസ്ത്രീയ സംഗീത പഠനത്തിൽ ഇന്ന് ഒരു കുട്ടിയെ പ്രാരംഭ വിദ്യാർത്ഥിയായിട്ട് ഒരു അധ്യാപകൻ്റെ അടുത്തേക്ക് എത്തിക്കുമ്പോൾ തന്നെ രക്ഷിതാവിനുള്ള ഒരു സങ്കല്പം പലപ്പോഴും യൂത്ത് ഫെസ്റ്റിവൽ ഓറിയൻറ്റഡ് ആണ്. ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഒരു കീർത്തനമോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൃതിയോ പഠിപ്പിച്ചിട്ടുള്ള എത്രയും പെട്ടെന്ന് ഒരു സമ്മാനാർഹനാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണെന്ന് കാണുന്നത്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു അരങ്ങേറ്റം നടത്തുക. അപ്പോൾ ഇങ്ങനെ ഈ പ്രത്യേക പരിതസ്ഥിതിയാണെന്ന് കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ചവിട്ടുപടികളുടെ ആവശ്യകത എന്തിന്? അത് ഞങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന കീർത്തനവും കൃതിയും വർണ്ണവും ഒരു പക്ഷേ രാഗദാനം പല്ലവിയും സ്വരങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഒരു സ്വരം രൂപപ്പെടുമ്പോൾ, ഒരു സ്വരത്തിനെ ഒരു പ്രത്യേക രീതിയിൽ ആവിഷ്കരിക്കുമ്പോൾ ഇന്നൊരു പക്ഷേ നമ്മളിവിടെ രാവിലെ കേട്ടിട്ടുള്ള ഇതുപോലെ തന്നെ നമുക്ക് തോന്നാം. അത് ആ ഒരു വിഷനിലൂടെ കണ്ടാൽ അല്ലെങ്കിൽ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ എന്നുള്ള ഒരു എളിയ ഏറ്റുപറച്ചിലും കൂടി ഞാൻ നടത്തുകയാണ് ഇതിൻ്റെ കൂടെ. പ്രാരംഭ പാഠങ്ങളെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഇത് ഇന്നിവിടെ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഫോളോ ചെയ്യുന്ന രീതി, പുരന്ദരദാസർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതലുള്ള ആ ഒരു രീതിയുമായിട്ടാണ് നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുരന്ദരദാസറാണ് അഭ്യാസ പാഠങ്ങളെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്നത് വേണം എന്നുള്ള ഒരു നിഷ്കർഷത എല്ലാവരിലേക്കും എത്തിക്കാനുള്ള വളരെ ശ്രമം നടത്തി ഇന്നും നമ്മൾ ആ ബാണിനെയാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ രീതിയിൽ തന്നെ പോകുന്നു. ഇടയ്ക്ക് അല്പം നമ്മൾ ഈ മാറിയ പരിതസ്ഥിതിയും കൂടി കണക്കിലെടുത്തുകൊണ്ട് കുറച്ച് കുറുക്കുവഴി എന്ന് തോന്നുന്ന ചില വഴികളിലൂടെ പോകും. ശരിക്കും അത് കുറുക്കുവഴികളല്ല, ശരിയായുള്ള വഴിയാണ്. കേൾക്കുമ്പോൾ തോന്നുന്ന ചില ഈ പറഞ്ഞ പോലെ ഒരു തോന്നൽ മാത്രമായിട്ട് അവശേഷിപ്പിക്കുകയാണത്. അത് കുറുക്കുവഴിയല്ല, അതാണ് ശരിയായിട്ടുള്ള വഴി എന്നുള്ള സമർത്ഥിക്കാൻ ഒരു ശ്രമം നടത്തുകയാണ്. അപ്പോൾ സ്വരാവലി, അതായത് സരളി എന്ന ഭാഗത്തെ ആദ്യം നമ്മൾ ഇവിടെ പാടുന്നു. ഇതൊരു ക്ലാസ്സും കൂടിയാണെന്നുള്ള ഒരു പ്രത്യേക പരിതസ്ഥിതിയും കൂടി നിങ്ങൾ കണക്കിലെടുക്കണം എന്നുള്ള വളരെ വിനീതമായി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തുടങ്ങുന്നു.
സാധേ Ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa sa re ga ma pa da ni sa sa ni ga pa ma ga re sa re ga ma pa dha ni sa sa ni ga pa ma ga re sa sa re ga ma pa dha ni sa sa ni ga pa ma ga re sa sa re ga ma pa dha ni sa ആദ്യം ഒരു പ്രാരംഭ സംഗീത വിദ്യാർത്ഥി ആദ്യം അഭ്യസിക്കുന്നത് സ്വരാവലി. ഇപ്പം നമ്മൾ പാടിയ ഈ സ്വരാവലിയിൽ രാഗം മായാമാളവ ഗൗള, താളം ചതുരസ്ര ജാതി ത്രിപുട അഥവാ ആദിതാളം. ഇനി കുറേ എക്സർസൈസുകൾ നമ്മൾ ഇതേ രാഗവും ഇതേ താളവും തന്നെയാണ് നമ്മൾ പിടിക്കാൻ അല്ലെങ്കിൽ പാടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ഒരു ലേശം സ്പീഡ് കൂടിയെന്ന് വരാം. അപ്പോൾ അതൊക്കെ സദയം ക്ഷമിക്കുക. സരളി വരിശകൾ 1 2 1 2 1 2 sa re sa re sa re ga ma sa re ga ma pa dha ni sa sa ni sa ni sa ni
sari sari gama sari gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni dha pa ma ga re sari 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 gama sari gama pa dha ni sa sa ni sa ni sa ni dha pa sa ni sa ni sa ni dha pa sa ni sa ni sa ni dha pa sa ni dha pa ma ga re ഇപ്പോൾ നമ്മൾ പാടിയത് സരി സരി സരിഗമ. ആദ്യം പഠിക്കുന്ന സരളി വരിശയിലത്തെ ആദ്യ രൂപം സരി സരി സരിഗമ. ഇത് ചില കോമ്പിനേഷൻ കൊണ്ട് സരി എന്ന ഭാഗത്തെ എ എന്ന പ്രത്യേകതയോടെ കാണാം. അടുത്ത സരി ബി, അടുത്ത സരിഗമ എന്ന ഭാഗം സി. സരി സരി സരിഗമ എ പ്ലസ് ബി പ്ലസ് സി. ഇതൊരു ക്ലാസ്സും കൂടിയായിട്ടുള്ള ഇതാവണം എന്നുള്ള പ്രത്യേക ഒരു റിക്വസ്റ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. സരി സരി സരിഗമ 3 പാർട്ടായിട്ട് അതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും കൂടി ഇവിടെ കാണിക്കുക. സരി 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 ഗമ സരി 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 ഗമ സരി 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 ഗമ സരി ഗമ പ ni sa sa ni sa ni dha pa sa ni sa ni sa ni dha pa sa ni sa ni sa ni dha pa sa ni sa ni dha pa ma ga re sari gama sari 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 gama sari 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 gama sari 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 gama pa dha ni sa sa ni dha pa sa ni sa ni sa ni dha pa sa ni sa ni sa ni dha pa sa ni sa ni sa ni dha pa ma ga re ഇങ്ങനെ 2-3 രൂപങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഇതിനെ 3 രൂപത്തെയും ഒരൊറ്റ സ്റ്റെപ്പിലായിട്ട് പാടാൻ ശ്രമിക്കുമ്പോൾ എ ബി സി എ സി ബി സി എ ബി 1 2 3 sari 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 gama sari sari gama sari sari gama sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni sa ni dha pa sa ni sa ni dha pa sa ni sa ni sa ni dha pa ma ga re sari 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 gama sari sari gama sari sari gama sari 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 gama pa dha ni sa sa ni sa ni sa ni dha pa sa ni sa ni dha pa sa ni sa ni dha pa sa ni sa ni sa ni dha pa ma ga re sari 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 gama pa dha ni sa sa ni sa ni dha pa sa ni dha pa ma ga re sa. ഈ ഭാഗം നമ്മൾ എല്ലാവരും പാടുന്ന പോലെ അകാരം ഇകാരം എന്നുള്ള ഭാഗങ്ങളൊക്കെ പാടി പോവുകയാണ്. ഒരൊറ്റ എക്സർസൈസിൽ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ. 3 4 sari 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 gama pa dha ni sa ni sa ni sa ni dha pa sa ni dha pa ma ga re
സരി സരി സരിഗമ. ഇപ്പം ഇത് നമ്മൾ പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൽ തന്നെ നമ്മൾ ആ എന്ന് അല്ലെങ്കിൽ ഈ ഉ എന്നുള്ള അകാരം ഇകാരം ഉകാരം എന്നുകൊണ്ടൊക്കെ പാടി. അതുപോലെ നാരായണ ഗോവിന്ദ എക്സർസൈസുകളെ ചില പ്രത്യേക രീതിയിൽ ഉള്ള പദങ്ങളും അല്ലെങ്കിൽ നാമങ്ങളെ കൊണ്ടൊക്കെ പാടുമ്പോൾ ഇതുതന്നെയാണ് കീർത്തനങ്ങളായി മാറുന്നത്. വളരെ സാധ്യതയുള്ള എക്സർസൈസുകളുടെ തന്മയത്വത്തോടു കൂടിയിട്ടുള്ള ആവിഷ്കാര രീതിയാണ് വർണ്ണങ്ങളും അല്ലെങ്കിൽ ഗീതം, സ്വരജതി, വർണ്ണം, കീർത്തനം എന്നിവയ്ക്കുള്ള പ്രേരക ഘടകങ്ങൾ. അത് അഭ്യാസ പാഠങ്ങളുടെ പ്രസക്തി എന്നുള്ള സബ്ജക്റ്റിൽ ഊന്നി പറയാൻ ഞങ്ങൾ നിർബന്ധിതരാണ്. സംഗീതിക